മനോജ് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് അഭിനയത്തിലേക്ക് വരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വനിതയിൽ വിളിച്ചിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ നമ്മുടെ ഈ വിമർശകരും ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ നിങ്ങൾ എന്ത് അനങ്ങിയാലും മിണ്ടാതിരുന്നാലും എന്തിനും എല്ലാത്തിനും വിമർശിക്കുന്ന സമൂഹവും ഉണ്ട് നമ്മുടെ കൂടെ. ഇപ്പൊ പറയുന്ന എല്ലാവരും യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നെപ്പറ്റിസം എന്ന് പറയുന്നത്. അച്ഛന്മാര് ഫീൽഡിൽ നിൽക്കുമ്പോൾ മക്കൾ അതിനകത്തേക്ക് സ്വാഭാവികമായിട്ട് വരും. എന്താ ഡോക്ടേഴ്സിന്റെ മക്കളും ഡോക്ടേഴ്സ് ആവുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചർ ആവുന്നുണ്ട്. പക്ഷെ സിനിമയിൽ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും സിനിമയിലുള്ളവരുടെ ഒക്കെ മക്കള് ഇതിലിപ്പോ സജീവമായിട്ട് ഇപ്പൊ ഒരുപാട് പേരെ നമുക്ക് എണ്ണത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സോക്കോൾഡ് ഇപ്പൊ എല്ലാവരും പറഞ്ഞത് നെപ്പോ കിഡ് എന്ന് പറഞ്ഞിട്ട് നെപ്പോ കിഡ്സ് എന്നുള്ള ഇതിലേക്ക് വരുന്നു. ചേച്ചിക്കും ഇപ്പം നിങ്ങളുടെയും മകള് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനം മറ്റേ സൈഡിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ചേച്ചി ഇതിനെ എങ്ങനെ കാണുന്നത്? എനിക്ക് അവളെ കൊച്ചിലെ മുതലേ ഒരു ഫോട്ടോയ്ക്ക് പോലും നിർത്തുന്ന ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അങ്ങനെ. വേണ്ട, അവള് പഠിക്കണം, എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ അവള് പഠിക്കാൻ നല്ല മിടുക്കുമായിരുന്നു. അപ്പോൾ അത് +2 ഒക്കെ കഴിഞ്ഞ് 85% മാർക്ക് ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞ് അവള് ബാംഗ്ലൂർ ഹോസ്റ്റലിൽ ചേർന്നാണ് കോഴ്സ് പാസ്സാവുകയൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, ജോലി, നിന്റെ പഠിത്തത്തിനുള്ള ഒരു ജോലി നീ ചെയ്ത് ആ ശമ്പളം പറ്റി അതിനകത്തുനിന്ന് സ്വന്തം ചെലവിൽ കാര്യങ്ങളൊക്കെ നടത്തി പൈസയുടെ വില അറിയണം. അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി കുട്ടിയായിട്ട് മാത്രം വളർന്നാൽ ശരിയല്ലല്ലോ.